പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ NXTയുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ഡെഡ് ലൈൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് ആദ്യമായിട്ടാണ് NXTയുടെ ചരിത്രത്തിൽ NXT ചാമ്പ്യൻഷിപ്പോട് കൂടി ഒരു സ്പെഷ്യൽ ഇവൻറ്റ് ആരംഭം കുറിക്കുന്നത്. NXT ചാമ്പ്യനായ റിക്കി സയൻസ് ഒബാഫെമി എന്ന് പറയുന്ന മുൻ ചാമ്പ്യനെ എതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. പിൻഫോളിലൂടെ ഒബാഫെമി റിക്കി സയൻസിനെ പരാജയപ്പെടുത്തി പുതിയ NXT ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒബാഫെമിയുടെ കരിയറിലെ രണ്ടാമത്തെ തവണ NXT ചാമ്പ്യൻ ആകുന്നു എന്നുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ് ഈ ഒരു വിജയത്തിന് ശേഷം കരസ്ഥമാക്കാൻ സാധിച്ചത്. അതിലുപരി അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെതിരെ മത്സരിക്കാൻ പോകുന്നത് ഒബാഫെമി എന്ന് പറയുന്ന NXT ചാമ്പ്യൻ ആയിരിക്കും എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി. കാരണം ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ NXT ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വിജയിച്ചു വരുന്ന റെസ്ലറിനെതിരെ താൻ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റ് ഷോയിൽ മത്സരിക്കുമെന്നുള്ളത്. അപ്പോൾ കോഡി റോഡ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോഡി റോഡ്സിൻ്റെ ഒരു ഫിസിക്കും ഒബാഫെമിയുടെ ഒരു ഫിസിക്കും വെച്ച് നോക്കുമ്പോൾ കോഡി റോഡ്സിന് നല്ലൊരു ഫൈറ്റ് അവിടെ നടത്തേണ്ടി വരും. ഒബാഫെമിയെ NXTയിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ദ റൂളർ എങ്ങനെയാണ് NXT ചാമ്പ്യൻ ആയിട്ട് എത്തിയത് എന്നുള്ളത്. പ്രായം കുറവാണ്, എന്നാൽ പ്രായത്തിനേക്കാൾ അധികമായിട്ടുള്ള ഒരു പവർ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കോഡി റോഡ്സിന് ഒബാഫെമിക്കെതിരെ വിജയം നേടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമുള്ള ഒരു പോരാട്ടമായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് ഷോയിൽ പ്രതീക്ഷിക്കാം. മറ്റൊരു മത്സരം ഈ ഡെഡ് ലൈൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മാർക്കി മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് വുമൻസ് അയൺ സർവൈവർ മത്സരമായിരുന്നു. 5 വുമൺ റെസ്ലേഴ്സാണ് പങ്കെടുത്തത്. 5 പേരും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ വുമൻസ് അയൺ സർവൈവർ മത്സരം തന്നെയായിരുന്നു ഈ ഡെഡ് ലൈൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഏറ്റവും മികച്ച മത്സരം. ഈ വുമൻസ് അയൺ സർവൈവർ മത്സരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ഈ ഒരു മത്സരം തുടക്കം തൊട്ട് ഒടുക്കം വരെ കാണണം. അത്രയും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് 5 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. മത്സരം ആരംഭിക്കുന്നത് കെലനി ജോർദനും കെൻഡൽ ഗ്രേ എന്ന് പറയുന്ന ഇവോൾവിൻ്റെ വുമൻസ് ചാമ്പ്യനും തമ്മിലുള്ള ആ ഒരു പെർഫോമൻസോട് കൂടിയിട്ടാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ജോർദിയൻ ഗ്രേസ്, ലോല വൈസ്, അവസാനത്തെ എൻട്രൻ്റായിട്ട് സോൾ റൂക്ക തുടങ്ങിയവരൊക്കെ വരുന്നുണ്ട്. എന്നാൽ സോൾ റൂക്ക വന്ന ഉടനെ തന്നെ കെലനി ജോർദൻ സോൾ റൂക്കയുടെ ഇഞ്ചുറിയുള്ള കാലിനെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു. പിന്നീട് ഡോക്ടേഴ്സും സ്റ്റാഫും വന്ന് സോൾ റൂക്കയെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ സോൾ റൂക്ക അവസാന മിനിറ്റുകളിൽ ഈ മത്സരത്തിലേക്ക് തിരികെ വരുന്നു. എന്നിട്ട് പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. ഇതിൽ പങ്കെടുത്ത 5 റെസ്ലേഴ്സിനും 2 പോയിന്റ് വെച്ച് കിട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഇനി 1 മിനിറ്റ് മാത്രമേ മത്സരം ബാക്കിയുള്ളൂ. ആ മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള വലിയൊരു ക്യൂരിയോസിറ്റി സൃഷ്ടിച്ച ഒരു സമയത്ത് സോൾ റൂക്ക നല്ലൊരു കിടിലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷറൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് കെൻഡൽ ഗ്രേ ഒരു പോയിന്റ് കരസ്ഥമാക്കുന്നതും ടൈം അവസാനിക്കുന്നതും. അപ്പോൾ ഇവോൾവിൻ്റെ വുമൻസ് ചാമ്പ്യനായ കെൻഡൽ ഗ്രേ ഈ അയൺ സർവൈവറായിട്ട് മാറിയതോടുകൂടി അടുത്ത വർഷത്തെ ന്യൂ ഇയേഴ്സ് ഈവൾ എന്ന് പറയുന്ന ഷോയിലേക്ക് NXT വുമൻസ് ചാമ്പ്യനായ JC ജെയിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ കെൻഡൽ ഗ്രേക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കിടിലമായിട്ടുള്ള ഒരു സ്റ്റോറി അവിടെ പ്രതീക്ഷിക്കാം. കെൻഡൽ ഗ്രേയുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഡെഡ് ലൈൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരെ നല്ലൊരു പേസോട് കൂടി കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു അയൺ സർവൈവർ മത്സരം നമുക്ക് ഇന്നത്തെ ഈ ഡെഡ് ലൈൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലും കാണാൻ സാധിച്ചു. പിന്നീട് പറയാനുള്ളത് മെൻസ് അയൺ സർവൈവർ മത്സരത്തെ സംബന്ധിച്ചാണ്. ഈ മത്സരം ആരംഭിക്കുന്നത് TNA എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലേറ്ററും ജിവോൺ എവൻസും 2 കൂട്ടുകാർ തമ്മിലുള്ള ഒരു ഫൈറ്റോട് കൂടിയിട്ടാണ്. ആ ഒരു കെമിസ്ട്രിയാണ് അവർ തുടക്കത്തിലെ പറഞ്ഞു പോയത്. പിന്നീട് മൈൽസ് ബോൺ ആ മത്സരത്തിലേക്ക് വരുന്നു. ഡാർക്ക് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഡിയോൺ എന്ന് പറയുന്ന റെസ്ലറും അങ്ങോട്ടേക്ക് വരുന്നു. അവസാനത്തെ എൻട്രൻ്റായി 5ാമത്തെ എൻട്രൻ്റായി ജോ ഹെൻറിയും മത്സരത്തിലേക്ക് വരുന്നു. വുമൻസ് അയൺ സർവൈവർ മത്സരത്തെ സംബന്ധിച്ച് ഈ ഒരു മത്സരം കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് സ്ലോ പേസിലാണ് മത്സരം കൊണ്ടുപോയത്. അവസാന 2-3 മിനിറ്റുകളിലാണ് കുറച്ചും കൂടി ഫേസ് മത്സരത്തിന് ഉണ്ടായത്. അപ്പോൾ അത് കണ്ടപ്പോൾ വുമൻസിൻ്റെ മത്സരം എത്രത്തോളം ഗംഭീരമായിരുന്നു എന്നുള്ളൊരു ഫീല് ഉണ്ടാക്കി. അവസാനത്തെ ഒരു 1-2 മിനിറ്റ് ഭയങ്കര ഒരു ഫൈറ്റിംഗ് സീക്വൻസ് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം എല്ലാ റെസ്ലേഴ്സിനും ഓരോ പോയിന്റ് വെച്ച് കിട്ടുന്നു. മത്സരം അവസാനിക്കാൻ 1 മിനിറ്റും അല്ലെങ്കിൽ 30 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ആരാണ് ആ ഒരു പിൻ അടുത്തതായി എടുക്കാൻ പോകുന്നത്, ആര് ലീഡ് ചെയ്യും, ആര് വിജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാകുന്നു. അവിടെയാണ് നമുക്ക് ജിവോൺ എവൻസ് അപ്രതീക്ഷിതമായിട്ട് മൈൽസ് ബോണിനെ ഒരു സ്കൂൾ ബോയ് പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ ആ പോയിന്റ് കരസ്ഥമാക്കി
വിജയം നേടിയെടുക്കുന്നതായി കാണാൻ സാധിച്ചത്. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഒബാഫെമിയുടെ ഒരു എൻട്രി നമ്മൾ പ്രതീക്ഷിച്ചു. ആ എൻട്രൻസ് സ്റ്റേജിൽ ഒബാഫെമി വന്ന് നിൽക്കുന്നു. അങ്ങനെ ആ ഷോ അവസാനിച്ചു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചു. പക്ഷേ അവിടെ ഒരു താരത്തിൻ്റെ ഒരു റിട്ടേണിൻ്റെ ഒരു സൂചന അവർ നൽകുന്നു. അത് ആദ്യം ഒരു വീഡിയോ ഫുട്ടേജിൽ മാത്രമായിരിക്കുമെന്ന് തോന്നിച്ചു. പക്ഷേ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ടോണി ഡി ഏഞ്ചലോ എന്ന് പറയുന്ന മുൻ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ്റെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നീട് ജിവോൺ ഇവൻസിനെ ആക്രമിക്കുന്നു. ഒബാഫെമി ഒരു പേടിച്ച് നിൽക്കുന്നത് പോലെ അവർ കാണിച്ചിട്ടുണ്ട്. കാരണം ഒബാഫെമിയുടെ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ റണ്ണ് അവസാനിപ്പിച്ചത് ടോണി ഡി ഏഞ്ചലോയാണ്. അപ്പോൾ ഒബാഫെമിയെ പേടിയില്ലാതെ നേരിട്ട ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ടോണി ഡി ഏഞ്ചലോയാണ്. അദ്ദേഹത്തിൻ്റെ ദ ഡോൺ എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ഈ തിരിച്ചറിവിൽ അവർ നടത്തിയിട്ടുണ്ട്. 5 മാസങ്ങൾക്ക് ശേഷമാണ് ടോണി ഡി ഏഞ്ചലോ തിരികെ വരുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ NXT എന്തായാലും കിടിലൻ സ്റ്റോറി ലൈനുകൾ ഡെഡ് ലൈനിലൂടെ അവർ പറഞ്ഞു പോകുന്നുണ്ട്. നല്ലൊരു സർപ്രൈസ് എലമെൻറ്റും മെയിൻ ഇവൻറ്റിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഡെഡ് ലൈൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മറ്റ് മത്സരങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പങ്കുവെക്കാൻ താല്പര്യമുള്ള കുറച്ച് ഡീറ്റെയിൽസ് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്നലെ TNA റെസ്ലിംഗിൻ്റെ ഫൈനൽ റെസൊല്യൂഷൻ എന്ന ഒരു ലൈവ് ഇവൻറ്റ് നടക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ TNAയുടെ ഇൻ്റർനാഷണൽ ചാമ്പ്യനായ സ്റ്റീവ് മാക്ലിനെ പരാജയപ്പെടുത്തി NXT റോസ്റ്ററിൻ്റെ ഭാഗമായ സ്റ്റാക്സ് വിജയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൽ NXT ടീമിനെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്ത ഹാർഡി ബോയ്സിന് എതിരെ ദി റൈറ്റ്സസ് എന്ന് പറയുന്ന വിൻസെൻ്റ് നേതൃത്വം കൊടുക്കുന്ന ആ ഒരു ടീം അവർ വന്ന് നിൽക്കുന്നതായി കാണാൻ സാധിച്ചു. അങ്ങനെ ദി റൈറ്റ്സസ് എന്ന് പറയുന്ന ടീം TNA റെസ്ലിംഗുമായിട്ടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മെയിൻ ഇവൻറ്റിൽ നടന്ന TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ശേഷം NXT റെസ്ലേഴ്സ് TNA റെസ്ലിംഗിൻ്റെ റോസ്റ്ററിനെ ആക്രമിക്കുന്നുണ്ട്. അതിലെ അവസാനം സ്റ്റാക്സ് സാന്റിനോ മറേലയെ പഞ്ച് കൊടുത്ത് ആക്രമിക്കുന്നുണ്ട്. പിന്നീട് വന്ന ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിൽ നിന്ന് സാന്റിനോ മറേല TNA റെസ്ലിംഗും NXTയും തമ്മിലുള്ള ഒരു സ്റ്റീൽ കേജ് മത്സരം TNAയുടെ ഇനി വരുന്ന വീക്കിലി എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ക്രിസ് ജെറീക്കോ എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലറിനെ സംബന്ധിച്ചാണ്. ക്രിസ് ജെറീക്കോയുടെ WWEയിലേക്കുള്ള തിരിച്ചറിവ് നടക്കില്ല എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. 2 അപ്ഡേറ്റ്സ് ആണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഡീറ്റെയിൽ കിട്ടുകയുണ്ടായി. ക്രിസ് ജെറീക്കോക്ക് മുൻപിൽ WWE ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം ക്രിസ് ജെറീക്കോയുടെ ഒരു റിട്ടയർമെൻറ്റ് ടൂർ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് മാച്ചിലേക്കുള്ള സ്റ്റോറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ക്രിസ് ജെറീക്കോയെ തിരികെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ 2026 തന്നെ ക്രിസ് ജെറീക്കോ തിരികെ വരികയും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുന്നതും WWEയുടെ റിങ്ങിൽ വെച്ചിട്ടായിരിക്കും എന്നുള്ളതും അറിയാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ്, അദ്ദേഹം ടിക്ടോക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിൻ്റെ എൻട്രൻസ് തീം മ്യൂസിക്കിലൊക്കെ ഉപയോഗിക്കുന്ന ടൈറ്ററിൻ്റെ കുറച്ച് വീഡിയോസ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ WWEയിലേക്കുള്ള തിരിച്ചറിവിൻ്റെ സൂചന ക്രിസ് ജെറീക്കോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൂചനയായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ക്രിസ് ജെറീക്കോയുടെ WWEയിലേക്കുള്ള തിരിച്ചറിവ് 2026 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ കാണാനും സാധ്യതയുണ്ട്. കൂടാതെ ക്രിസ് ജെറീക്കോ കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ ക്രിസ് ജെറീക്കോ പറയുന്നത് തന്നെ 2026 ഉടനെ തന്നെ റെസ്ലിംഗ് റിംഗിൽ ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുമെന്നാണ്. എന്തായാലും AEWയിലേക്കുള്ള ക്രിസ് ജെറീക്കോയുടെ ഒരു റിട്ടേൺ ഇനി സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ WWE മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ റിട്ടയർമെൻറ്റ് മാച്ചിനോ റിട്ടയർമെൻറ്റ് സ്റ്റോറി ലൈനോ വേണ്ടി ക്രിസ് ജെറീക്കോയുടെ ഒരു അപ്പിയറൻസ് WWEയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എത്ര കൂട്ടുകാർ Y2Jയുടെ ഒരു റിട്ടേണിന് കാത്തിരിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ആ മാസ്ക് ഇട്ട മിസ്റ്ററി മാൻ അത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഓസ്റ്റിൻ തിയറിയുടെ പേരുകളാണ് ഫൈറ്റ്ഫുൾ സെലക്റ്റും PW ഇൻസൈഡറും തുടങ്ങിയ വെബ്സൈറ്റുകളൊക്കെ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ NXT ഡെഡ് ലൈൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പേരും കൂടി അതിലേക്ക് കയറി വരുന്നുണ്ട്. അത് മറ്റാരുടെയുമല്ല, മുൻ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യനും NXT ചാമ്പ്യനുമായിരുന്ന റിക്കി സയൻസ് എന്ന് പറയുന്ന റെസ്ലറുടെ പേരാണ്. റിക്കി സയൻസ് ആണ് ദ വിഷൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് എലമെൻറ്റ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. CM പങ്കിനെ റിക്കി സയൻസ് ആക്രമിച്ചതിന് അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അവർക്ക് പറയാൻ സാധിക്കും. കാരണം AEWയിൽ ഇവർ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. AEWയിൽ മാത്രമല്ല WWEയിലേക്ക് വന്നപ്പോഴും CM പങ്കും റിക്കി സയൻസും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ വിഷൻ മുന്നിലേക്ക് വെച്ച ഒരു ഓഫർ റിക്കി സയൻസ് സ്വീകരിച്ച് പിന്നീട് CM പങ്കിനെതിരെ നിൽക്കുന്നതായിട്ട് അവർക്ക് ആ ഒരു സ്റ്റോറി കാണിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു സൂചന, ഒരു റൂമർ നമുക്ക് ഈ ഒരു ഡെഡ് ലൈൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് കാണുന്നതിന് ശേഷം നിലവിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓസ്റ്റിൻ തിയറി, റിക്കി സയൻസ് ഈ 2 പേരുടെയും ഒരു പേര് ഇപ്പോൾ ഒരുപോലെ കേൾക്കുന്നു. നിങ്ങളിൽ ആ മാസ്ക് ഇട്ട റെസ്ലർ ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.